ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു ഒരു ഇൻഫോർമേറ്റീവായിട്ടുള്ളൊരു കാര്യം പറയാനായിട്ടാണ് ഈ വീഡിയോ. വേറൊന്നുമല്ല, ഇന്നലെ രാത്രി ചെക്കനെ എൻ്റെ മോനെ വയ്യാന്ന് വെച്ചിട്ട് ജില്ലാ ആശുപത്രി WNCയിൽ കാണിക്കാനായിട്ട് പോകാനായിട്ട് ഇടയായി. പോയി കാണിച്ചു വന്നതിന് ശേഷം ഒരു 12 ആ ടൈമൊക്കെ ആവും. 12 ആ ടൈമിൽ നമ്മളത് അൺടൈമാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഒരു 2 ആൾക്കാർ റോഡ് സൈഡ്, പാലക്കാട് പോകുന്ന റോഡ് സൈഡ് നിന്നിട്ട് ഏട്ടാ നിൽക്ക് ഒരു കാര്യം എന്ന് പറയാനായിട്ട് നിന്നു. ഞങ്ങൾ വണ്ടി മെല്ലെ സ്ലോ ആക്കി. പിന്നെ അവരുടെ ലുക്കൊക്കെ കാണുമ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നി. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിർത്താണ്ട് വേഗം പോയി. പക്ഷെ അതിലൊരു കാര്യമുണ്ട്, ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ എന്നെ പോലെ തന്നെ പലരും ഇതേപോലെ പല ആൾക്കാരിനെയും സഹായിക്കാനായിട്ടൊക്കെ നോക്കും. ഭർത്താവും കൂടി ഉണ്ടായിരുന്നു. വല്ല പിടിച്ചു പറിക്കാരോ വല്ല എന്തെങ്കിലും കുട്ടികളെ മോഷ്ടിച്ചിട്ട് പോകണവരോ എന്നൊക്കെ ആ പൊട്ട ചിന്തയിലൊക്കെ തോന്നിയെങ്കിലും പിന്നെയാണ് ആ ഭർത്താവ് പറഞ്ഞ് മനസ്സിലാക്കുന്നത് അത് വല്ല പിടിച്ചു പറിക്കാരോ മറ്റൊക്കെ ആയിരിക്കും, അതുകൊണ്ടാണ് നിർത്താണ്ട് പോയതെന്ന് പറഞ്ഞിട്ട് പറയുകയുണ്ടായി. അപ്പം നമ്മളിൽ പലരും ഇതേപോലെ പലരിനെയും സഹായിക്കാനായിട്ട് ഈ ടൈമൊക്കെ ഓരോരുത്തർ പെട്രോൾ കഴിഞ്ഞിട്ടൊക്കെ നിൽക്കാനൊക്കെ ഉണ്ടാവും. അവർ അങ്ങനെ ഫാമിലി ആയിട്ട് വരുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കുക, പിടിച്ചു പറിക്കാരായിരിക്കുക. ഞങ്ങൾ ഇന്നലെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അതിൻ്റെ ഇപ്പോൾ പറയുമ്പോഴടക്കം നല്ല ടെൻഷനൊക്കെ ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇമാതിരിയുള്ള സംഭവങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ നിങ്ങളിൽ പലരും രാത്രി പല സ്ഥലങ്ങളിലും പോയിട്ട് വരുന്നവരായിരിക്കാം, ചിലപ്പോൾ എമർജൻസി കാര്യങ്ങളിലൊക്കെ ബൈക്കിലൊക്കെ സഞ്ചരിക്കുന്നവരായിരിക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓരോ ആൾക്കാർ കാണുമ്പോൾ നമ്മൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡൊന്ന് നോക്കുക, എന്താ സംഭവം എന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കുക. അതും കൂടുതലും നിർത്താണ്ട് നമ്മളിപ്പോഴും വണ്ടി ഓണായിട്ട് വെക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നി പറഞ്ഞാൽ മെല്ലെ ആവുക, അതാ ചെയ്യേണ്ടത്. പെട്ടെന്ന് വലിഞ്ഞു കയറി നമ്മൾ കൂടുതൽ അവരെ സഹായിക്കാനായിട്ട് നിൽക്കാൻ പാടില്ല, കാരണം അത് പണിയായിട്ട് മാറാറുണ്ട്. അതൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഓക്കെ.